ഹലോ ഗായ് വെൽക്കം ബാക്ക്. നമ്മളിന്ന് വന്നേക്കുന്ന ഗെയിം ഒരു GTA 5 പോലത്തെ ഒരു ഗെയിമാണ് ഗായ്. ഇതിൻ്റെ അതൊക്കെ GTA 5 പോലെ GTA 5ൻ്റെ അത്രയും വരില്ല, എന്നാലും അതുപോലെ ഒരു ഗെയിമാണ് ഗായ്. അപ്പോൾ നമുക്ക് ഈ ഗെയിമിൽ മെയിൻ സംഭവം നമ്മുടെ ലെവൽ ഇൻക്രീസ് ആവണം. ലെവൽ ഇൻക്രീസ് ആയാലാണ് നമുക്ക് ഓരോ സാധനങ്ങൾ ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ ഈ 10 ലെവലൊക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഗായ് ഞാൻ 25 ലെവൽ കഴിഞ്ഞിട്ട് ഇടുന്നത്. 25 ലെവൽ കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് 25 ലെവൽ കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. ഹലോ ഗൈ, നമ്മളപ്പോൾ ഇത് നമ്മുടെ വീടാണ് ഗൈ. നമ്മളെ വീടാണ്, നമ്മൾ മേടിച്ച വീടാണ് ഗൈ. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. നമുക്കിവിടെ ഇരിക്കാം, ഇവിടെ നിന്ന് എണീക്കാം, നമുക്കിവിടെ നിന്ന് ബിയർ കുടിക്കാം ഗൈ. പക്ഷേ കാശ് കൊടുക്കണം. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് സാധനം എടുത്ത് കൊടുക്കണമെങ്കിൽ കാശ് കൊടുക്കണം. പിന്നെ നമ്മുടെ TV നമുക്ക് ഓണാക്കാം. ഇതിനകത്ത് കാർട്ടൂണുണ്ട് കൈ, കാർട്ടൂണുണ്ട്. പിന്നെ വേറൊരു ചാനലുണ്ട്. നമുക്ക് ഇവിടെ ഇരുന്ന് TV കാണാം കൈ. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് TVയും കാണാം, കണ്ണുമായിട്ട് ഇങ്ങനെ. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇവിടേക്കൊക്കെ ബർഗർ തന്നെയാണ്. നമ്മളിപ്പോൾ കത്തിയാണ് കയ്യിലെടുത്ത് വിളിക്കുന്നത്. ഇതാണ് പറഞ്ഞ ഫ്ലോറ്. നമ്മൾ സെലക്ട് ഫ്ലോറെന്നാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സിറ്റിയിലേക്ക് പോകാം. നമുക്ക് ഗ്യാരേജും കൂടെ ഒന്ന് പോയിട്ട് വരാം. നമ്മളാണ് ഗ്യാരേജിലെത്തിയിട്ടുണ്ട്. ഗ്യാരേജിലേക്കുള്ള റൂട്ട് നോക്കട്ടെ. ഗ്യാരേജിലേക്കുള്ള റൂട്ട് ഇതാണ്. ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം. നമ്മുടെ കാറ് ഇതാണ് കാര്യം, നമ്മുടെ കാറ്. പിന്നെ നമ്മുടെ ബൈക്ക്, നമ്മുടെ ബൈക്ക്. ഇവിടെ നമുക്ക് കാറ് പാർക്ക് ചെയ്യുന്നത്. നമുക്ക് രണ്ടും ഇടാൻ സ്ഥലം വേണ്ടേ. നമുക്ക് നമ്മളിച്ചിട്ട് വെച്ചാണുള്ളത്. അപ്പോൾ നമ്മൾ ലെവൽ 30 ആയിട്ടുണ്ട്. നമുക്ക് ഈ വഴി പോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റില്ലായിരിക്കും. നമുക്ക് വണ്ടി കയറി വെക്കാം. ഈ വഴി പോകാൻ പറ്റും. അപ്പോൾ ബൈക്കിലൊന്ന് കയറി വെക്കാം. ഈ വഴി പോകാൻ പറ്റില്ല. ഗ്യാരേജ് വണ്ടി കിടക്കാനേ ഉള്ളെന്ന് തോന്നുന്നത്. അല്ലാതെ ലെവൽ വല്ലതും കൊണ്ടായിരിക്കും. പ്രത്യേകിച്ച് നമുക്ക് ടൗണിലേക്ക് ഇറങ്ങാൻ കഴിയും. പിന്നെ അത് ലെവൽ 10 ആകുമ്പോൾ നമ്മളോട് ഇതിൻ്റെ അത് ഗെയിമിൽ എന്നാ സംഭവം എന്ന് ചോദിച്ചാൽ കഴിയും, നമുക്കൊരു ബോസ് ഉണ്ട് കഴിയും. അപ്പോൾ ആ ബോസ് നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഓരോ ഇത് തരും. വലിയതായിട്ടൊന്നും ഇല്ല. അതുകൊണ്ടാണ് കഴിയും നമ്മളപ്പോൾ അപ്ലോഡ് ചെയ്തത്. ചെറിയൊരു ടാങ്ക്, അത് ഒത്തിരി നേരമൊന്നും ഇല്ല. അതുകൊണ്ടാണ് ആ ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് തുടങ്ങിയത്. നമ്മളപ്പോൾ ടൗണിലെത്തിയിട്ടാണ്. ഇതാണ് ടൗണിൻ്റെ ഗ്രാഫിക്. ഉമ്മാര് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത്. നമ്മളോട് 300 മീറ്റർ ദൂരേക്ക് പോകാനാണ് വന്നേക്കുന്നത്. നമുക്കപ്പോൾ നമ്മുടെ കാറല്ലേ ബൈക്ക് എടുക്കാം. അവിടെ ഹോണിൽ നമുക്ക് ഇതിലെടുത്തിട്ട് നമുക്ക് ബൈക്ക് ഇവിടെ പ്ലഗ് ചെയ്യണമേ. ബൈക്കൊന്ന് ഓടിച്ചു വെക്കാം കൈ. ബൈക്ക് നമ്മൾ ഇതുവരെ ഓടിച്ചു നോക്കി. നമ്മുടെ ബൈക്ക് ഇപ്പോൾ ഇവിടെ വരും കൈ. ബൈക്കിന് ഇത് സൗണ്ട് നമുക്കിനി എങ്ങോട്ട് പോകേണ്ടതെന്ന് വെച്ചാൽ ഇതെങ്ങനെ ഓടിക്കേണ്ടതാണ്. ബൈക്ക് കൺട്രോൾ ചെയ്യാൻ ഇച്ചിരി ഇതാണുള്ളത്. കുഴപ്പമില്ല. ഗായ് നമ്മൾ ഫ്രണ്ട് വെക്കാം. അയ്യോ ഗായ്, കൃത്യം ഫോൺ വന്നു. ഇതാണ് ഗായ് നമ്മുടെ ബോസ് കട്ടിൽ. നമുക്ക് ബോസിൻ്റെ അടുത്തേക്ക് എന്തോ മിഷൻ റിസീവ്ഡ്. നമുക്ക് മിഷനിലേക്ക് പോകാം. ഓടി പോയി വണ്ടി എടുത്തിട്ട് ബോസിൻ്റെ അടുത്ത് മിണ്ടണം.
ടാക്സി ഡ്രൈവർ. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഓരോ ജോബുകളുണ്ട്. അതൊക്കെ അപ്പോൾ ഉടനെ തന്നെ ഈ ബോസിൻ്റെ അടുത്ത് പോയിട്ട് കാണാം. വണ്ടിയുടെ ആൾക്കാരും പോയി നോക്കാം. അത്യാവശ്യം നല്ല വണ്ടി, പക്ഷെ നമുക്ക് ഓടിക്കാൻ പറ്റാനുള്ള അതാ കുഴപ്പം. നമുക്ക് ബോസിൻ്റെ അടുത്തേക്ക് പറ്റുന്നു. ഇതാണ് അപ്പോൾ നമ്മുടെ ബോസിൻ്റെ ബിൽഡിങ്ങിലാണ്. നമ്മുടെ ബോസിൻ്റെ ബിൽഡിങ്ങിലാണ്. ബോസിൻ്റെ ഒരു റോയ്സ് റോയ്സ് ഒക്കെ ഉണ്ട്. കാരണം ഇപ്പോൾ ബോസിൻ്റെ ബിൽഡിങ് അത് നമുക്ക് ഇറങ്ങി തന്നെ നോക്കാം. ബോസ് നിൽക്കുന്നത്, ഇതാണ് ബോസ്. I need to move a big shipment of product. I'm gonna need a few vans. Those beef burger whips should make a pretty... ഇടിച്ചിട്ട് നമുക്ക് എങ്ങോട്ടാ പോണം കൈ പോണം അറിയാനുണ്ട്. അതെ അതെ, അപ്പോൾ പോണം കൈ അങ്ങനെ നമുക്ക് പോകണം. അതിനൊക്കെ കാറിൽ പോകാൻ കഴിയും, ബൈക്കിലറിയാത്ത കാറിൽ പോകാം. ഫോൺ എടുത്തിട്ട് കാറാണ് മനസ്സിലായി. അപ്പോൾ കാറിൽ പോകാം. ബൈക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തോന്നുന്നു. അപ്പോൾ കാറിൽ ബൈക്കിൽ രസമില്ല, പെട്ടെന്ന് ലൊക്കേഷനൊക്കെ അടുത്ത ആഴ്ച കാറിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു തോന്നുന്നത്. അതൊക്കെ ഇവിടെ എത്താറായിട്ടുണ്ട്. അപ്പം നമ്മളോടൊപ്പം പറഞ്ഞേക്കുന്നത് ഇവിടെ ഒരു കാറുണ്ട്, ഗെറ്റിൻ്റെ കാറെന്നാണ് പറഞ്ഞത്. ഓ ഇതാണ് ഇതുണ്ട് കൈ. നമുക്ക് മൈക്കൊക്കെ ഓണാക്കണ കണ്ട കൈ ലെവല് 100. അതാണ് കൈ ഞാൻ പറഞ്ഞ ഈ ഗെയിമിൽ ലെവലാണ് മെയിൻ. നമുക്ക് വണ്ടിയുടെ പാർക്ക് ചെയ്യാം. വണ്ടി കിട്ടുമെന്നില്ലെന്ന് അറിയില്ല. നമുക്ക് കൈ നമുക്ക് വണ്ടിയിൽ ആ വാനി പോയി കയറി വെക്കാം. നമ്മൾ 1000 മീറ്റർ പോകണം. പെട്ടെന്ന് എത്തണ്ടേ. പെട്ടെന്ന് പോകാം. നമുക്കപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ കൈ, നമ്മളപ്പോൾ ഇവിടെ എത്താറായിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ എത്താറായിട്ടുണ്ട്, കുറച്ചും കൂടെ ഉള്ളു. ഇവിടെയാണ് നമ്മൾ എത്തേണ്ടത്. ഡ്രോപ്പ് ദ കാറിന് എന്തോ കൊണ്ട് ഒന്നുമില്ല. നമ്മളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തും. ടിക്കറ്റ് ഇടുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകണമ്പോൾ വണ്ടിയെ പോയാൽ പോരെ. ഈ വണ്ടീന് പോകാൻ പറ്റില്ലേ? പറ്റും. ആ വണ്ടി ഇത്ര വട്ടം ലോക്കായി. നമുക്ക് ഈ വണ്ടി പോകാൻ പറ്റുമോ? 170 മീറ്റർ ആണേലും അയ്യോ അവൻ നമ്മളെ ഇടിച്ചിട്ടുണ്ട്. മൈൻഡ് ചെയ്യാറുള്ളൂ. അവൻ ഈ വണ്ടി പിടിക്കാം. നിർത്ത് കേട്ടാ. ഇങ്ങനെയൊക്കെ ആവാൻ പാട് കേട്ടാ. നമുക്കൊന്ന് പോകണ്ടേ? ചേച്ചിയായിരുന്നു. നമുക്ക് പെട്ടെന്ന് നമ്മുടെ സ്ഥലം എത്താറായിട്ടുണ്ട്. ഇതാണ് നമ്മൾ അടുത്ത വാനി കയറാൻ വന്നു. ഇതെന്നതാ കൈ നമ്മൾ വാൻ മാറി കളിക്കുന്നു. വാനിൽ നമുക്ക് വാനിലവിടെ എത്തിയിട്ട് കാണാം. നമ്മളിപ്പോൾ അവിടെ എത്താറായിട്ടുണ്ട്. വാനിൽ ഇവിടെ ഇനി വാൻ മാറിലാണത്. അതെൻ്റെ സാധ്യത ഇല്ലാതില്ല. അതേന്ന് തോന്നുന്നു. ഇവിടെ നമുക്ക് വാനാണ്. ഇനി നമ്മൾ ഈ കാർ എടുക്കാൻ പറ്റില്ല. ലോക്കാണല്ലേ? ലോക്കല്ല. ഫൈൻഡ് വെക്കുക. അടുത്ത വാൻ എടുക്കാൻ കഴിയും. നമ്മളോട് ഇതന്നെ വാന് മാറ്റി കളിക്കുന്നത്. പെട്ടെന്ന് ഇത് അടുത്ത കൈ 100 മീറ്റർ. ഓ ഇതാണ് പിന്നെ നമുക്കിപ്പോൾ ഈ വാനെല്ലാം കൊണ്ട് ഇട്ട് കഴിഞ്ഞിട്ട് കാണാൻ. അല്ലേ വേണ്ട, ഇപ്പോൾ വാനി തൊട്ട് പുറകില്ല.
അവിടെ ഇട്ട് നോക്കാം. അത് കഴിയുമ്പോൾ കഴിയാൻ നോക്കാം. ഇവിടെ ഒന്നും പോകാനിട്ടില്ല. മെഷീൻ സക്സസ്ഫുൾ. അപ്പോൾ നമുക്ക് 15,000 ഇട്ടുണ്ട്. നമ്മൾ അടുത്ത മെഷീൻ റിസീവ് ഇടുമോ? ലെവൽ 31 അപ്പോൾ നമുക്ക് 25,000 കിട്ടി. അപ്പോൾ നമുക്ക് ന്യൂ ആക്റ്റീവ് അൺലോക്ക്ഡ് നോർമൽ ടൈം കംപ്ലീറ്റഡ്. ഓക്കെ, ഇനിയും പോകണോ? ഇനിയും യാത്ര ചെയ്യണമെങ്കിൽ നമുക്ക് അവസാനം നമുക്ക് ആ ടാക്സി ഡ്രൈവർ ആവുന്ന സംഭവം ഒന്ന് കാണിച്ചു തരാൻ. നിർത്തും വെച്ചാനേ. എടാ പോയി. ഈ വാഹനം എടുക്കാൻ പറ്റില്ല ഇനി. അവൻ പോയി. അവനെ നമുക്ക് പിടിക്കാൻ പറ്റുമോ നോക്കാം. നിൽക്കടാ. ഇവനെ പിടിക്കാം. നിൽക്ക. നമുക്ക് പിന്നെ തിരിച്ച് ബോസിൻ്റെ അടുത്ത് പോകണമെങ്കിൽ ബോസിൻ്റെ അടുത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ എന്നാ സംഭവം. പോലീസല്ലേ ഇവിടുന്ന് കുറുക്ക് വഴി അറിയാലോ. ഇവിടുന്ന് ഒരു കുറുക്ക് വഴിയുണ്ട്. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടെത്താം. വഴി ഉണ്ടായാൽ മതിയായിരുന്നത്. കുഴപ്പമില്ല, വഴിയുണ്ട്. ബോസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ബോസിൻ്റെ അടുത്ത് ഓടിച്ചല്ല എന്നെ സംഭവം. ഈ വഴിയെ തുറക്കാൻ പറ്റില്ല. ബോസ് എന്തി ബോസ് വാനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി എന്നാ? Those stubborn merchants won't pay me my share. Get them to share their profits with the Haitians and I'll pay you. Comprende? ബോസ് എന്താ അടുത്ത കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ബൈക്ക് ഇപ്പോഴും ഇടിക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ കാർ അവിടെ കാണും. കാരണം ബൈക്കേ പോകാം. മറ്റ് അപ്പം ഈ ചില ഗെയിമുകളിലില്ല നമ്മളൊരു വണ്ടി മേടിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറേ ദൂരം പോയി കഴിയുമ്പോൾ നമ്മുടെ വണ്ടി പോകുമല്ലോ. ഇതിപ്പോൾ അങ്ങനെയൊന്നുമില്ല. നമ്മൾ വണ്ടി അവിടെ ഇട്ടിട്ട് പോകണം. അവിടെ ഉണ്ട്. അവർ നമ്മൾ ടാസ്ക് ചെയ്യാൻ പോയതാണെന്ന് അറിയില്ല. അങ്ങനെയുണ്ട്. അതായത് നല്ല പരിപാടി. അപ്പം ഇവനുമായിട്ട് എന്തോ മിണ്ടണം. Take your money. I don't ever want to see you again. ടേക്ക് മണി എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് കാശൊക്കെ തരുന്നത്. അപ്പോൾ തിരിച്ച് പിന്നെ മർച്ചൻറ്റിൻ്റെ അടുത്ത് കണ്ടു പോണത്. പെട്ടെന്ന് ബൈക്കിന് സ്പീഡുണ്ട്. പക്ഷേ സാധനം കൺട്രോൾ എത്ര പോരാ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അവസാനത്തെ വണ്ടിയിൽ നമുക്ക് ഇത് കാണിക്കാനുള്ള ടാക്സി ഡ്രൈവർ ഒക്കെ പെട്ടെന്ന് കാണിക്കും. ഇത് കണ്ട ഇതാണ് ഇവിടുത്തെ പബ്ബ്. പബ്ബിൽ നമുക്ക് കയറാൻ പറ്റില്ല. കയറണമെങ്കിൽ നമുക്ക് ലെവൽ വേണം. അതാണ് വേറൊരു കുഴപ്പം. നമുക്ക് ചില സ്ഥലങ്ങളിലൊക്കെ കയറണമെങ്കിൽ നമുക്ക് ലെവൽ വേണം. ലെവലൊക്കെ മാക്സല്ല ലെവൽ ഒരു ഇതായാലാണ് നമുക്ക് ഈ ടാക്സി ഡ്രൈവർ തന്നെ നമുക്ക് ലെവല് 20 ആവണം. ടാക്സി ഡ്രൈവർ ജോബ് പോകണമെങ്കിൽ. അതൊക്കെ ഇടിച്ചു. പുള്ളി എവിടെ നിൽക്കുന്ന മറിച്ചുണ്ട്. പുള്ളി ഫ്രണ്ടിലായിരുന്നു. ഈ പുള്ളി ഇവിടെ money. Just don't hurt me, okay? മണി ഇനി നമ്മൾ മർച്ചൻ്റെ അടുത്ത് പോകണം. നമുക്ക് ഈ മർച്ചൻറ്റിൻ്റെ അടുത്തൊക്കെ പോയിട്ട് അപ്പോൾ നമ്മുടെ മെഷീൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. നമുക്ക് 15,000 കിട്ടി. ഇനി നമുക്ക് ടാക്സി ജോബ് ചെയ്യണ്ടേ. നമുക്ക് മെഷീൻ റിസീവ് ചെയ്യണ്ട. അപ്പോൾ ടാക്സി ജോബ് ചെയ്യാൻ നമുക്ക് ആദ്യം തന്നെ നമുക്ക് അവിടെ കാറ് വിളിക്കണം. അതൊന്നും നമുക്കിനി വേണ്ട. നമുക്ക് ടാക്സി ചെയ്യണത്. അപ്പോൾ ഇവിടെ ചെന്നിട്ട് നമുക്ക് ഇനി എന്നെ ചെയ്യണ്ടേ? ലോൺ എടുത്തിട്ട് ഓൺലൈൻ ബാങ്കിങ് മാപ്പ് നമ്മളെവിടെയാണ് മെഷീനാണോ?
ജോബ് ഇതാ ജോബ്. അപ്പോൾ കണ്ടോ ടാക്സി ജോബായിട്ട് നമുക്ക് പോവാം. പിന്നെ പാരാമെഡിക്കൽ. അപ്പോൾ നമുക്ക് ആംബുലൻസ് ഡ്രൈവറായിട്ട് നമുക്കപ്പോൾ ആംബുലൻസ് ഡ്രൈവറായിട്ട് പോയി കാണിച്ചു തരാം. അയ്യോ അപ്പോൾ പറ്റില്ല. അത് പറ്റും. ആംബുലൻസ് ഡ്രൈവറായിട്ട് പോവാം. അപ്പോൾ നമ്മൾ മറ്റേ മിഷൻ ഫെയിലായി. അപ്പോൾ നമുക്ക് ആംബുലൻസ് ഡ്രൈവറായിട്ട് പോവാം. മിഷൻ വിടും. അപ്പോൾ നമുക്ക് ആംബുലൻസ് എടുക്കണം പെട്ടെന്ന്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആംബുലൻസ് എടുക്കാം. ടാക്സി ഡ്രൈവർ നിങ്ങൾ കണ്ടല്ലോ. നമുക്ക് ഒരു വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ടാക്സി ഡ്രൈവിങ്ങിൻ്റെ ഇടാൻ കഴിയും. നമുക്ക് ഇത് ആംബുലൻസ് എടുക്കാം. ആംബുലൻസ് എടുക്കാം. ഇപ്പോൾ ഇത് നമുക്ക് ഇപ്പം അൺലോക്ക് ആയിട്ടില്ല കൈ. ഈ സംഭവം നമ്മൾ ഇപ്പം 30 ലെവലായപ്പോൾ നമുക്ക് ആയതാത്. നമുക്ക് ആംബുലൻസ് എടുക്കണം. ഇത് ഹൈറൊന്നും മാറി ഇത്ര ആംബുലൻസിന് വട്ടം പെട്ടെന്ന് പോയി കാണിക്കാം. ഒരെണ്ണം നമുക്ക് പോയെന്നാൽ കാണിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വീഡിയോ ഇച്ചിരി ലോങ് ആണ്. അപ്പോൾ ഇവിടെ ആരോ ഉണ്ട്. നമ്മളൊരു രോഗീനെ പൊക്കാൻ വേണ്ടി നമ്മൾ 3 പേരെ കൊന്നിട്ട വരും. ഒരു കുഴപ്പമില്ലല്ലോ. അയാളവിടെ വണ്ടിക്കകത്തിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. 600 മീറ്റർ ദൂരെയാണ് കൈ ഹോസ്പിറ്റലിൽ. നമുക്ക് പെട്ടെന്ന് പോകാം. ആംബുലൻസിനാണ് സ്പീഡില്ല കൈ. ഈ സ്പീഡിൽ പോയ പുള്ളിക്ക് ഡെറ്റൊക്കെയുണ്ട്. നമ്മുടെ ബോസിൻ്റെ സ്ഥലം. നമുക്ക് പെട്ടെന്ന് പോകാം. 300 നമ്മൾ കുറുക്ക് വഴി അടിയായി. ഇവിടെ നിന്ന് അങ്ങ് ടേൺ ചെയ്യാം. ഇവിടെ നിന്ന് നമുക്ക് ടേൺ ചെയ്ത് വണ്ടി നമ്മൾ ആംബുലൻസ് ഡ്രൈവറിനൊന്നും നമുക്ക് പറ്റില്ല. നമുക്ക് ബർഗർ മേടിച്ചിട്ടുണ്ട് അവിടെ നിന്ന്. ആംബുലൻസ് ഡ്രൈവർ നമുക്ക് പറ്റുമെന്ന് വന്നാൽ നമ്മൾ ഇടിച്ച് പൊളിക്കും. ഈ വണ്ടിക്കാണെങ്കിൽ സ്പീഡില്ല കൈ. ഹോസ്പിറ്റൽ അപ്പുറം സൈഡിലാണ്. അപ്പോൾ പെട്ടെന്ന് ഇതാണ് ഹോസ്പിറ്റൽ. ഒരു വണ്ടിക്കാരനെ വിളിച്ചിട്ട് ഒരാളുടെ ജീവൻ രക്ഷിക്കാനുണ്ട്. അപ്പോൾ മെഷീൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വീണ്ടും കാണാം. പീസ് ഔട്ട്.